ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധ്യതകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ ദൈവം നിനക്കായി ഒരു പുതുവഴി തുറക്കും. ദൈവത്തിൻ്റെ പദ്ധതി നീ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ അനുഗ്രഹമായിരിക്കും. നിന്നെ പലപ്പോഴും നീ നശിച്ചു പോകും, നിനക്കൊരിക്കലും ഗതി ഉണ്ടാകില്ല എന്ന ശാപവാക്കുകൾ കൊണ്ട് നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? ആര് വേണമെങ്കിലും നിന്നെ ശപിച്ചോട്ടെ, നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് നിന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മനസ്സിൽ ഓർത്താൽ മാത്രം മതി. നീ ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും എത്ര ഭാരമായാലും അവയേക്കാൾ ശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല, ഹൃദയം തളരേണ്ടതില്ല, നിന്റെ കണ്ണീരൊന്നും വെറുതെ ആകുന്നില്ല. നിന്റെ ജീവിതത്തിലെ ഓരോ വേദനയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു അനുഗ്രഹമായി മാറുകയാണ്. നീ മറ്റുള്ളവർക്കായി ഒരു അനുഗ്രഹമാകുക, ഒരു നല്ല വാക്ക് പറയുക, ഒരാളെ ആശ്വസിപ്പിക്കുക, ഒരു പ്രാർത്ഥനയിലൊരു ഓർക്കുക. അപ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലും അതിലും വലിയ അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി അവൻ തുറന്നു തരും. നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനായിട്ടല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിന്റെ വഴിയെ നയിക്കുന്നവനാണ്, നിന്റെ നാളെ അനുഗ്രഹത്തോടെ നിറയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. വചനം ഇപ്രകാരം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ പ്രകാരം പറയുന്നു: നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. കർത്താവെ, ഞങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.